പാലക്കാടിന്റെ നമ്മളെ മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആണ്. അതിന് കുറെ ഫാൻ ബേസ് അടക്കുന്നുണ്ട്. മട്ടൻ ബിരിയാണി എടുത്തു പറയത്തക്ക വിധം നല്ല ടേസ്റ്റ് ആണ്. ഞാൻ മട്ടൻ കഴിക്കില്ലെങ്കിലും ബിരിയാണി എനിക്ക് കഴിക്കാൻ തോന്നി, നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു. മട്ടൻ ബിരിയാണി നന്നായിട്ടുണ്ട്. നമ്മുടെ പാലക്കാടുള്ള ക്ലബ്സിസ് കൺവെൻഷൻ സെന്ററിൽ ഒരു റിസപ്ഷൻ കൂടാൻ എത്തിയപ്പോഴാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇന്ത്യൻ കാറ്റേഴ്സ് ആണെന്ന് പറഞ്ഞത്. എന്നാ നമുക്കതൊക്കെ ഒന്ന് ലൈവായിട്ട് പരിചയപ്പെട്ടാലോ? ഇവിടെ ഇപ്പൊ നമ്മള് ക്ലബ് 6 നമ്മള് ഒരു 1500 പരിപാടി നമ്മൾ നടത്തുന്നത്. നമ്മൾ വെൽക്കം ഡ്രിങ്കിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അതിനനുസരിച്ച് കുറച്ച് ആൾക്കാരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു ജ്യൂസർ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് വേണോ ലൈവ് വേണോ ഇനി ഹെൽത്തി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് റോൾസ് ഉണ്ട്, ചിക്കൻ ബോൾസ് ഉണ്ട്. നമ്മൾ പലതരം സ്റ്റാർട്ടേഴ്സ് നമ്മൾ വെൽക്കം ഡ്രിങ്കിന്റെ കൂടെ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് എന്താ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പൂർ മട്ടൻ ബിരിയാണിയാണ് നമ്മുടെ ഇന്നത്തെ അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് നമ്മളത്. ഇനി അത് മാത്രമല്ല നൂൽപുട്ട്, നൂൽ പൊറോട്ട, അതിൻ്റെ കൂടെ ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ കറി, വറുത്തരച്ച കറി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് നമുക്ക് ഇന്ന് മെയിൻ കോഴ്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ടീ കൗണ്ടർ ഉണ്ട്, കുറേ വെറൈറ്റി ടീസ് ആയിട്ട്. അതിൽ നമുക്ക് ഹോർലിക്സ്, ബൂസ്റ്റ്, നമ്മൾ ജസ്റ്റ് ഒരു ചായക്കടയ്ക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വേണം നമുക്ക് അതൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. മൈസൂർ പാർക്ക് ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജിലേബി ഉണ്ട്, ഐസ്ക്രീമും പുഡിങ് അടിപൊളിയായിരുന്നു. ഇളനീർ പുഡിങ് അടിപൊളിയായിട്ടുണ്ട്. ഇന്ത്യൻ കാറ്ററിംഗിന്റെ ഒരു സ്പെഷ്യലാണ് ഇളനീർ പുഡിങ്. അത് ഇവിടെ പാലക്കാട് കുറച്ച് ഫാൻ ബേസിലുമാണ്. നമ്മളെ സർവീസും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലമായിട്ട് ഒരേ ആൾക്കാരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരുന്നത് നമ്മളെ സർവീസൊക്കെ അത്ര പെർഫെക്റ്റഡ് ആയിരിക്കും. വെല്ലുപ്പയാണ് ആദ്യമായിട്ട് പാലക്കാട് നമ്മൾ കാറ്ററിംഗ് ഒരു 35 കൊല്ലമായിട്ടുണ്ടാവും ഇവിടെ നമ്മൾ കാറ്ററിംഗ് തുടങ്ങിയിട്ട്. പിന്നെ അത് പാരമ്പര്യമായിട്ട് എൻ്റെ ഉപ്പാക്ക് കൈമാറി. അതിപ്പോ ഞാനും എൻ്റെ ഇക്കയും ഒക്കെ പാടായിട്ട് എൻ്റെ വാപ്പിയുണ്ട്, നമ്മളിപ്പോൾ എല്ലാവരും പാടായിട്ട് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കാറ്റേഴ്സിന്റെ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ട് പരിചയപ്പെട്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ആയാലോ? അതിനായിട്ട് താഴെ കാണുന്ന അക്കൗണ്ടുകൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വെക്കുക. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ശരി, ബൈ.